മോനെ ശിവ, ഒന്നിങ്ങ് വന്നടാ. മോളെ ഐസ് വേഗം വേട്. മക്കളുടെ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയല്ലാതെ വേറെ ആരെ ഉണ്ടാകുക? മോനെ ശിവ, ശരിക്കും എന്താണ് ഉണ്ടായ? എടി എന്താ ഉണ്ടായ ഒന്ന് പറ. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. ഇവളെ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആകും. എടി അതിന് ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ സാർ ഒത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനും പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടിയിട്ടില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ ഇക്കലിൽ കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമെന്തോ സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല ഇരിക്കണ, കുറച്ചേരം കൂടെ ഇരിക്കണ സാറേ. ഓ, നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മിയും ശിവനെയും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി? ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു?